ഉടമ്പടി ആദ്യത്തെ ഉടമ്പടി പുതുക്കി. അന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എങ്ങനെയെങ്കിലും ലോണൊന്ന് പാസ്സായി കിട്ടാൻ വേണ്ടിയായിരുന്നു. ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞിരുന്നത് കാറ് കയറുന്ന വഴിയൊക്കെ വേണമെന്നൊക്കെയാണ്. കാറ് വീട്ടിൽ കയറി കിടക്കണം, എന്നാലേ ലോൺ കിട്ടുള്ളൂ. പക്ഷേ എൻ്റെ വീട്ടിൽ കാറൊന്നും കയറി കിടക്കുകയൊന്നുമില്ല. എടുത്തെങ്കിലും 3 മാസത്തോളം പിടിച്ച് ലോൺ അപ്രൂവ് ആവാൻ. അങ്ങനെ ആ ലോൺ അപ്രൂവായി. അതിനുശേഷം ചെറുതായിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണ കാര്യമൊക്കെ കുറഞ്ഞു. എനിക്കെല്ലാം കിട്ടിയെന്നുള്ള വിചാരം എനിക്ക് വന്നു. തോളം പിടിച്ചു ഒന്ന് അപ്ഡേറ്റായി കിട്ടാൻ. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 1.5 മാസം പിടിച്ചു വിസയുടെ റിസൾട്ട് വരാൻ. പക്ഷേ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വിസ റിജക്റ്റ് ആവുകയാണ് ചെയ്തത്. ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടി. വളരെയധികം സങ്കടപ്പെട്ടു. അന്ന് തന്നെ എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ചെയ്തു. ഞാൻ നല്ലോണം പ്രാർത്ഥിക്കുകയും ചെയ്തു. അമ്മയുടെ അത്ഭുതം കൊണ്ട് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ